ജോൽ പ്ലസിൽ ഡെലിവറി നോട്ട് എങ്ങനെ എൻട്രി ചെയ്യാം എന്നാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. ടാസ്കിൽ ഡെലിവറി നോട്ട് നമുക്ക് ഈ ഒരു വിൻഡോയിൽ ഡയറക്റ്റ് എൻട്രി ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഡെലിവറി നോട്ട് എടുക്കേണ്ട സ്മിത്ത് ഇഷ്യൂ, സെയിൽ, അതുപോലെ ഹോൾ മാർക്കിംഗ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു എൻട്രിയിൽ നിന്ന് ഡയറക്റ്റ് ഡെലിവറി നോട്ടിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്മിത്ത് ഇഷ്യൂവിൻ്റെ ഒരു എൻട്രി ഓപ്പൺ ചെയ്യുന്നു. അതിൽ മെനുവിൽ ജനറേറ്റ് ഡെലിവറി നോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അതുപോലെ കൺഫേം മെസ്സേജ് വരും. അതിന് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഡെലിവറി നോട്ടിൻ്റെ വിൻഡോയിലേക്ക് അത് ജനറേറ്റ് ആയിട്ട് വരും. അവിടെ നമുക്ക് കാരിയർ ആരാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പർപ്പസ് ഏതാണെന്നുള്ളത് കൊടുക്കാം. ഇതിൽ നമുക്ക് എക്സിബിഷൻ, ഹോൾമാർക്ക്, അതുപോലെ ജോബ് വർക്ക്, റിപ്പയർ, സാമ്പിൾ, ഇങ്ങനെ പർപ്പസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഏതാണോ വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ ട്രാൻസ്പോർട്ട് വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബസ്സിനാണെന്നുണ്ടെങ്കിൽ ബൈ ബസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഓൾറെഡി വന്നു. അതിൻ്റെ ടാക്സ് എമൗണ്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് പ്രിൻ്റ് കൊടുക്കാം. ഇതുപോലെയാണ് അതിൻ്റെ പ്രിൻ്റ് വരിക. പാർട്ടിൻ്റെ ഡീറ്റെയിലും അതുപോലെ പർപ്പസൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ട്, കാരിയറൊക്കെ വന്നു. അതുപോലെ താഴെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, ടാക്സൊക്കെ എമൗണ്ടൊക്കെ വന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സെയിൽസിൻ്റെ വിൻഡോ ഒന്നും ഡെലിവറി നോട്ടിലേക്ക് ജനറേറ്റ് ചെയ്യാൻ ഇതിൽ മെനുവിൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ഹോൾ മാർക്കിങ്, അതുപോലെ റിപ്പയർ, സാമ്പിളിനൊക്കെ കൊണ്ടുപോകുന്നത് പെൻഡിങ് ഇഷ്യൂവിലാണ് എൻ്റർ ചെയ്യുന്നത്. ആ ഒരു വിൻഡോയിൽ നിന്ന് നമുക്ക് മെനുവിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഈ ഡെലിവറി നോട്ടിൻ്റെ വിൻഡോയിൽ വെച്ചിട്ട് ഡയറക്റ്റ് എൻ്റർ ചെയ്യുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്.